കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത 6ാം ക്ലാസ്സിലെ ആഹാരത്തിൽ നിന്നും ആരോഗ്യം എന്ന പാഠഭാഗത്തിന്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും. ഈ ക്ലാസ്സിൽ നമ്മൾ PSC തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളും ഈ ഒരു പാഠത്തിന്റെ തുടർച്ച തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൊളസ്ട്രോൾ. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ രാസസൂത്രം C27H46O. മിതമായ അളവിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. കൊളസ്ട്രോളിന്റെ രാസസൂത്രമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. C27H46O. കൊളസ്ട്രോളിന്റെ സാധാരണ അളവ് 200 മില്ലിഗ്രാം ഡെസിലിറ്റർ ആണ്. കൊളസ്ട്രോളിന്റെ ശരീരത്തിലെ സാധാരണ അളവ് 200 മില്ലിഗ്രാം ഡെസിലിറ്റർ. രക്തത്തിലൂടെ കൊളസ്ട്രോൾ സംവഹനം ചെയ്യുന്നതിന് സഹായകമായ വാഹക പ്രോട്ടീനുകളാണ് ലിപ്പോപ്രോട്ടീനുകൾ. ലിപ്പോപ്രോട്ടീനുകളാണ് രക്തത്തിലൂടെ കൊളസ്ട്രോൾ സംവഹനം ചെയ്യുന്നതിന് സഹായിക്കുന്ന വാഹക പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ലിപ്പോപ്രോട്ടീനുകൾ രണ്ടു തരമുണ്ട്, LDLും HDLും. LDL എന്നാൽ ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ ആണ്. ഇത് ചീത്ത കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നു. HDL എന്നാൽ ശരീരത്തിന് ഗുണകരമായ കൊളസ്ട്രോൾ ആണ്. ഇത് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നു. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDLും നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDLുമാണ്. LDL എന്നാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, HDL എന്നാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പോൾ ലിപ്പോപ്രോട്ടീനുകൾ രണ്ടു തരം, LDL ആൻഡ് HDL. ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്നവയാണ് ഹീമോഗ്ലോബിനുകൾ. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. റെഡ് ബ്ലഡ് സെൽസിലാണ് കാണപ്പെടുന്നത്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു എന്നതാണ് പ്രധാന ധർമ്മം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് അറിയപ്പെടുന്നത്. സ്ത്രീകളിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12 to 16 മില്ലിഗ്രാം ഡെസിലിറ്ററും പുരുഷന്മാരിലെ ഹീമോഗ്ലോബിന്റെ അളവ് 14 to 18 മില്ലിഗ്രാം ഡെസിലിറ്ററുമാണ്. ഇവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മില്ലിഗ്രാമിന്റെ യൂണിറ്റ് എഴുതിയത് mg എന്നാണ് വേണ്ടത്. അതൊന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ പറഞ്ഞത് എന്താണ്? സ്ത്രീകളിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12 to 16 മില്ലിഗ്രാം ഡെസിലിറ്ററും പുരുഷന്മാരിലെ ഹീമോഗ്ലോബിന്റെ അളവ് 14 to 18 മില്ലിഗ്രാം ഡെസിലിറ്ററുമാണ്. കേരളത്തിലെ ആദ്യത്തെ അനീമിയ വിമുക്ത പഞ്ചായത്ത് മൈലപ്രയാണ്. പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയാണ് കേരളത്തിലെ ആദ്യത്തെ അനീമിയ വിമുക്ത പഞ്ചായത്ത്. അടുത്ത ടോപ്പിക് വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം. പ്രധാനമായും വിറ്റാമിനുകളെ രണ്ടായി തിരിക്കുന്നു, ജലത്തിൽ ലയിക്കുന്നവ എന്നും കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് B and C. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് A, D, E, K. A, D, E, K കൊഴുപ്പിൽ ലയിക്കുന്നു. B, C എന്നിവ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വിറ്റാമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാസിമിർ ഫങ്ക്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വിറ്റാമിൻ A. തലച്ചോറ്, നാഡികൾ, ഹൃദയം എന്നിവയ്ക്ക് വിറ്റാമിൻ B. വിറ്റാമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാസിമിർ ഫങ്കാണ്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ Aയും തലച്ചോറ്, നാഡികൾ, ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ Bയുമാണ് ആവശ്യമായിട്ട് ഉള്ളത്. മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ C. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വിറ്റാമിൻ D. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ E. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് വിറ്റാമിൻ K എന്നിവ സഹായിക്കുന്നു. മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ C. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം വിറ്റാമിൻ D. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ E. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് വിറ്റാമിൻ K. വിറ്റാമിൻ ഡിയെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അതുകൊണ്ട് തന്നെ സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ.
മുതിർന്നവരിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് അറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നു. വിറ്റാമിൻ ബി കോംപ്ലക്സിൽ 8 വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു. ഏതെല്ലാമാണെന്ന് നോക്കാം. B1, B2, B3, B5, B6, B7, B9, B12. ഒന്നുകൂടി പറയാം. വിറ്റാമിൻ B1, B2, B3, B5, B6, B7, B9, B12. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ 6ാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചെയ്യാം. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു പോകുക. അടുത്ത ടോപ്പിക് ധാതുക്കൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രധാന ധാതുക്കൾ അയൺ, കാൽസ്യം, അയഡിൻ, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്. ഇവയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അയൺ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. കാൽസ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. സോഡിയം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നു. പൊട്ടാസ്യം ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലനം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഫോസ്ഫറസ് കോശങ്ങളുടെ ഊർജോൽപാദനത്തിന് ഫോസ്ഫറസ് അത്യന്താപേക്ഷിതമാണ്. ഒന്നുകൂടി നോക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം അയൺ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കാൽസ്യം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അയഡിൻ, ശരീരത്തിലെ ആവശ്യമായ ജലം നിലനിർത്താൻ സോഡിയം, ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലനം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പൊട്ടാസ്യം, കോശങ്ങളുടെ ഊർജോൽപാദനത്തിന് ഫോസ്ഫറസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.